എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ട് എന്നിരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്താണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായി വീടില്ല. നിങ്ങൾക്ക് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുംബൈ സ്വദേശിയായ അനീഷ് ഫാഗത്ത് എന്ന 23-കാരൻ. ഈ അനീഷ് ഫാഗത്ത് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതായത് ഈ രേഷ്മ എന്ന് പറഞ്ഞ വേലക്കാരിയുടെ വീടിന്റെ ഗൃഹപ്രവേശത്തിന്റെ വീഡിയോ ആണ് പ്രസിദ്ധീകരിച്ചത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം രേഷ്മയ്ക്ക് എങ്ങനെയാണ് ഇദ്ദേഹം വീട് വെച്ച് നൽകിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. सिंपल घर है और ये मेरा सपना है भैया। मेरी जिंदगी इतना आसान नहीं रही है। मुझे अरे രേഷ്മ എന്ന ഈ വീട്ടു ജോലിക്കാരിക്ക് ഈ അനീഷ് ഫാഗത്ത് വീട് വെച്ചു കൊടുക്കാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി ആയിട്ടും റീൽസ് ആയിട്ടും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയില്ലേ? 23-കാരനായ ഒരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഇദ്ദേഹം മ്യൂസീഷ്യനാണ്, അതുപോലെ തന്നെ എഴുത്തുകാരനാണ്. അങ്ങനെ വിവിധ നിലകളിൽ ചെറുപ്പം മുതലേ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വേലയ്ക്ക് വന്ന ഒരു സ്ത്രീയാണ് ഈ രേഷ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീയുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഈ അനീഷ് ഫാഗത്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. ഈ രേഷ്മ എന്ന ഈ വേലക്കാരിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അവർക്ക് സ്വന്തമായി വീടില്ല എന്നൊക്കെ ഈ അനീഷ് ഫാഗത്ത് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ പണമില്ല ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ. അപ്പം നമുക്കറിയാം, മുംബൈ പോലത്തുള്ള ഒരു സ്ഥലത്ത് സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്ന് പറയുന്നത് വലിയ തുക തന്നെ മുടക്കേണ്ടി വരും, അത് ചെറിയ വീടാണെങ്കിൽ പോലും. അപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അതിൽ നിന്നൊക്കെ റവന്യൂ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ രേഷ്മ എന്ന ഈ വീട്ടു ജോലിക്കാരിയെ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഒരുപാട് വീഡിയോകൾ ഈ രേഷ്മയുമൊത്ത് ചെയ്ത വീഡിയോകൾ, വലിയ രീതിയിൽ വൈറലായ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രേഷ്മയെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടുന്ന റവന്യൂവിന്റെ പകുതി റവന്യൂ ഇദ്ദേഹം മാറ്റിവെച്ചു. അങ്ങനെ ഈ സ്ത്രീ അറിയാതാണ് അത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ മാറ്റിവെച്ചതിന് ശേഷം അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാണ് ഇത്തരത്തിൽ ലോണൊന്നുമില്ലാതെ, കടമൊന്നുമില്ലാതെ ഇത്തരത്തിൽ മുംബൈയിൽ ഒരു വീട് വാങ്ങി ഈ സ്ത്രീക്ക് നൽകിയത്. അനീഷ് ഫാഗത്തിനെ കുറിച്ച് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അത്രയ്ക്ക് അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇദ്ദേഹം. തനിയെ ചെയ്യുന്ന വീഡിയോകൾക്ക് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്, നല്ല റവന്യൂ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം തനിയെ വീഡിയോകൾ ചെയ്തതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂ ഈ സ്ത്രീക്ക് വേണ്ടി മാറ്റിവെക്കാവുന്ന സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇദ്ദേഹം ചെയ്തത് ഈ സ്ത്രീയെയും കൂടെ ആ വീഡിയോകളിൽ, അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ആ വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിന്റെ പകുതിയാണ് ഈ സ്ത്രീക്ക് വേണ്ടി മാറ്റിവെച്ചത്. അതിൽ നിന്ന് അദ്ദേഹം നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഈ സ്ത്രീയുടെ അധ്വാനം കൂടെ അതിൽ കൂടുമ്പോൾ ഒരു സൗജന്യം എന്ന നിലയ്ക്ക് ആ സ്ത്രീക്ക് ഒരു തോന്നലുണ്ടാവത്തില്ല. ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ കുടുംബത്തിലും ആ കുടുംബത്തിലുള്ള മക്കൾക്കൊന്നും ആ ഒരു തോന്നലുണ്ടാവത്തില്ല. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് തൻ്റെ സോഷ്യൽ മീഡിയ സ്വാധീനം ഉപയോഗിച്ച് ഈ സ്ത്രീക്ക് ഒരു അവസരം നൽകി. അതായത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ സ്ത്രീയുടെ കഴിവിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഒരു അവസരം നൽകി അതിൽ നിന്നൊരു റവന്യൂ കണ്ടെത്തുവാൻ വേണ്ടി അവരെ സഹായിച്ച് അവർക്ക് സ്വന്തമായ ഒരു വീട് വാങ്ങുവാനുള്ള സാഹചര്യം ഇദ്ദേഹം ഒരുക്കി കൊടുത്തു. ഈ ഒരു പ്രവൃത്തിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട്. ഈ ഒരു പയ്യന് വെറും 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ഈ ഒരു വാർത്തയും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രശംസയാണ് ഇദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. അപ്പോഴും ഈ 23-കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കഴിവ് മാത്രമല്ല ആ സ്ത്രീക്ക്, അതായത് രേഷ്മ എന്ന് പറയുന്ന ഈ ജോലിക്കാരിക്കും കഴിവുണ്ട്, അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. അപ്പോൾ അതുവഴി കിട്ടിയ റവന്യൂ ആണ് ആ സ്ത്രീക്ക് ഞാൻ നൽകിയത് എന്ന് ഇദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കാഴ്ചക്കാർ നമ്മൾ പ്രേക്ഷകരാണ്. അപ്പോൾ ആ പ്രേക്ഷകർ ആ വീഡിയോകൾ കാണുന്നത് കൊണ്ടാണ് അവർക്കൊക്കെ റവന്യൂ കിട്ടുന്നത്.
അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? വലിയ വീട് വാങ്ങുന്നതും വലിയ കാർ വാങ്ങുന്നതൊക്കെ വീഡിയോകൾ വീണ്ടും ഇട്ട് ജനത്തെ കാണിച്ച് വീണ്ടും വ്യൂസ് ഉണ്ടാക്കി പണം വാങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും ചാരിറ്റികൾ ചെയ്തിട്ടും അതിന്റെ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്ന ചുരുക്കം ചില ഇൻഫ്ലുവൻസർമാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാ യൂട്യൂബേഴ്സിനെയും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് വിളിക്കുന്നത്. ഏത് രീതിയിലാണ് ഇവര് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ ഇത്തരത്തിലാണ് ആളുകളൊക്കെ പെരുമാറുകയും സോഷ്യൽ മീഡിയയിൽ ആളുകളൊക്കെ പെരുമാറുകയും അവരുടെ ജീവിതശൈലി മുന്നോട്ട് ഇങ്ങനെ നയിച്ചു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു 23-കാരൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും വിവിധ കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് പ്രശംസ ലഭിക്കുകയും ചെയ്തത്. അനീഷ് ഫാഗത്ത് എന്ന ഈ 23-കാരന്റെ പ്രവൃത്തിയെ നിങ്ങൾ ഏത് തലത്തിലാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.